യേശു എൻ കൂടുണ്ട് അനുദിനവും പതറാതെ നടത്തിയിടും തൻ പാതയിൽ. യേശു എൻ കൂടുണ്ട് അനുദിനവും പതറാതെ നടത്തിയിടും തൻ പാതയിൽ. പ്രതികൂല കാറ്റുകൾ അടിച്ചെന്നാലും താങ്ങിടും കർത്തനെന്നെ തൻ കരത്തിൽ. പ്രതികൂല കാറ്റുകൾ അടിച്ചെന്നാലും താങ്ങിടും കർത്തനെന്നെ തൻ കരത്തിൽ. അനുഗ്രഹീതമായ ഒരു രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് തിരുവചനം കേൾക്കാനായി ദൈവം ക്രമീകരിച്ച വലിയ പദ്ധതിക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഫിലദൽഫിയ AG ഷാർജ ഒരുക്കിയ വലിയൊരു സ്നേഹ വിരുന്നാണ് കഴിഞ്ഞ 37 പാർട്ടിലും നമ്മൾ കണ്ടത്. 38ാമത്തെ പാർട്ടിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇന്ന് നമുക്ക് തിരുവഴുത്തിലേക്ക് പ്രവേശിക്കാം. ഓരോ ദിവസവും നിത്യത മുതൽ നിത്യത വരെയുള്ള വിഷയത്തിൻ്റെ ആഴങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്കതിലേക്ക് ഇത് പ്രവേശിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എപ്സിബ ഇപ്പോൾ വായിക്കും. വായിച്ച ശേഷം നമുക്ക് തുടരാം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ AG തോമസ് ആണ് ഷാർജ ചർച്ചിൻ്റെ അധ്യക്ഷനായിരിക്കുന്നത്. ദൈവദാസനും ആഗതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷാൽ ഒരു ഭവനത്തിൽ ഷാർജ ചർച്ച് ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. അവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും മാത്രമല്ല മാധ്യമങ്ങൾ വഴി ശ്രവിക്കുന്ന ബഹുമാന്യരായ ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമുക്ക് തിരുവഴുത്തിലേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ എപ്സിബ വായിക്കുന്നതാണ്. സ്ക്രിപ്ചർ മെസ്സേജ് സീരീസിന്റെ പാർട്ട് 38 ആണിത്. നമുക്ക് ഒരുമിച്ച് പോകാം. ദൈവം നമ്മ ഇന്നത്തെ ക്ലാസ്സിൽ വലിയൊരു അനുഗ്രഹം തരട്ടെ. നമ്മൾ ഇന്ന് പഠിക്കുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചല്ലോ. മലയാളത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. 3 വിധ ആത്മമണ്ഡലവും ആത്മിക യുദ്ധങ്ങളും നിത്യതയും. 3 വിധ ആത്മമണ്ഡലങ്ങളുടെ പഠനം നമ്മൾ ആരംഭിച്ചു. 3 ലെസൺ കഴിഞ്ഞു. ഇത് 4ാമത്തെ ലെസനാണ്. അതിൽ ഏറ്റവും പ്രധാനമായ ഭാഗമാണ് സ്പിരിച്വൽ വാർഫെയർ എന്ന കാര്യം. ആത്മിക ആയോധനം അല്ലെങ്കിൽ ആത്മിക യുദ്ധം എന്ന് പറയുന്നത് അതെന്താണ് എന്ന് നമുക്ക് ഒരു പൊതുവായൊരു വീക്ഷണം നമുക്കൊന്ന് കാണാം, വായിക്കാം. നമുക്ക് ഇപ്പോൾ എപ്സിബ വായിക്കും. Everlasting to everlasting, battles in Bible, literally, be spiritually. എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ് വായിക്കേണ്ട, അത് ടൈറ്റിലാണ് കേട്ടോ. എല്ലാ ഇതിലുണ്ട്, വായിക്കാൻ. ബാക്കി വായിച്ചാൽ മതിയെ. ബാക്കി വായിച്ചോ. Battles in Bible, first one literally and second one spiritually. വേദപുസ്തകത്തിലെ യുദ്ധങ്ങൾ 2 പ്രധാന ഭാഗമായിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. 1 ആക്ഷരിക യുദ്ധങ്ങൾ, 2 ആത്മിക യുദ്ധങ്ങൾ. ആക്ഷരിക യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് എന്ന കാര്യം വിശദമായി കാണാം. ആത്മിക യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടെന്നും കാണാം. അതുകൊണ്ട് 2 ഭാഗമായിട്ടാണ് ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടത് എന്ന കാര്യം ഓർത്തിരിക്കുക. ആത്മമണ്ഡലം കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് പൊതുവായ 4 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പൊതുവായത് അതപ്പോൾ വായിക്കുന്നതാണ്. ഓരോന്നോരോന്ന് നിർത്തി വായിക്കും. General 4 groups. First one, man's warfare. ആ മനുഷ്യന്റെ യുദ്ധങ്ങൾ, മനുഷ്യർ തമ്മിൽ നടത്തുന്ന യുദ്ധങ്ങളെ കുറിച്ചാണ് അത്. 2 ആനിമൽ വാർഫെയർ എന്നുള്ളത് തെറ്റിദ്ധരിക്കരുത്. മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ യുദ്ധമുണ്ട്, മൃഗവും തമ്മിൽ യുദ്ധമുണ്ട്. ഇത് 2ഉം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അത് 2 കൃത്യമായി അറിയേണ്ടതാണ്. നമ്മുടെ പഠനത്തിൽ ആത്മയുദ്ധം വരുമ്പോൾ അത് മാത്രം ചേർക്കില്ല എന്ന കാര്യമുള്ളൂ, ഉണ്ട് എന്ന് ഓർത്തിരിക്കേണ്ടതാണ്. അടുത്തത് പൈശാചിക യുദ്ധങ്ങളുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി നമുക്ക് പഠിക്കാനുണ്ട്. അടുത്തത് ആത്മിക ആയോധനം എന്നതും കനത്ത സ്റ്റഡിയാണ്. അത് നമ്മൾ കാണേണ്ടതാണ്. അതിന്റെ വിഭാഗങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ശ്രദ്ധിച്ച് പഠിക്കണം. എല്ലാവരോടും വളരെ ശാന്തമായി ഓർപ്പിക്കുന്നു. വളരെ ശ്രദ്ധിച്ച് നമുക്ക് പഠിക്കാം. വായിച്ചാട്ടെ. യുഗങ്ങളിലൂടെയുള്ള യുദ്ധങ്ങളുടെ വലിയൊരു ചരിത്രം തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ പഠിച്ചു 5 യുഗങ്ങളാണുള്ളത്. 5 യുഗങ്ങളെ കുറിച്ച് നമുക്കിപ്പോൾ വായിച്ചു കേൾക്കുന്ന നല്ലതാണ്. എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ. Was in the 5 ages. First one was in ancient days. Deuteronomy 4 verses 32 and Romans 5
verses 14, and Matthew 19 chapter verses 7 and 8. നമ്മൾ പഠിച്ചു വരുന്ന ഈ കാര്യം ഒന്നോടെ എടുത്തു പറയുകയാണ്. ആദാം മുതൽ മോശ വരെയാണ് ഇവിടെ പറഞ്ഞ ഏൻഷ്യന്റ് ഡേയ്സ് അഥവാ പൂർവയുഗം എന്ന് പറയുന്നത്. ആ പൂർവയുഗത്തിന്റെ സമയം പല കലണ്ടർ ആയതുകൊണ്ട് കലണ്ടർ ഞാൻ പറയാത്തത്, നിങ്ങൾക്കറിയാം വില്യം ഗേറ്റ്സിന്റെ കലണ്ടർ, MF അങ്കറിന്റെ കലണ്ടർ, BB വാർഫീൽഡിന്റെ കലണ്ടർ, കാൽമറ്റിന്റെ കലണ്ടർ ഒത്തിരി ഉണ്ട്. ആ കലണ്ടർ ഏതാണെന്ന് ഞാൻ പറയാത്തതിന്റെ കാരണം അതാണ്. അപ്പോൾ ഇങ്ങനെ പറയാം, ആഡം ടു മോസസ്, ആ കാലഘട്ടത്തിലെ യുദ്ധങ്ങൾ, മനുഷ്യരുടെ ഇടയിലുള്ള യുദ്ധങ്ങൾ, നേരത്തെ പറഞ്ഞ 4 യുദ്ധങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് സമയമുള്ളപ്പോൾ നമുക്ക് പഠിക്കാം. അടുത്തത് In the age of law, Luke 16 verses 16, John 1st chapter 17 verses, then Mark 1st chapter 14 and 15 verses. മോശ മുതൽ സ്നാപക യോഹന്നാൻ വരെയുള്ള കാലഘട്ടത്തിലെ ന്യായപ്രമാണ യുഗത്തിലെ യുദ്ധങ്ങളാണത്. അത് പഴയ നിയമത്തിൽ വിശാലമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അടുത്തത് 17 was in the acceptable day, 2 Corinthians 6 verses 2, and Luke 4th chapter 18 verse. സുപ്രസാദ കാലത്തിലെ യുദ്ധങ്ങൾ 17 എണ്ണമാണ്. പുതിയ നിയമ വിശ്വാസികൾ നടത്തേണ്ട യുദ്ധങ്ങളാണ് ഞാനിപ്പോ പറയുന്നത്. അത് 2 ഭാഗമായിട്ട് തിരിക്കാം. ഒന്ന്, 4 യുദ്ധങ്ങൾ പിശാച് നമുക്ക് എതിരെ ചെയ്യുന്നത്. 2, 13 യുദ്ധങ്ങൾ നമ്മൾ അങ്ങോട്ട് ചെയ്യേണ്ടത്. 4 യുദ്ധങ്ങൾ പിശാച് നമുക്കെതിരെ ചെയ്യുന്നതാണ്. 13 യുദ്ധങ്ങൾ നമ്മൾ അങ്ങോട്ട് ചെയ്യേണ്ടത്, നമ്മൾ അഗ്രസീവായി അങ്ങോട്ട് ചെയ്യേണ്ടതാണ്. ആ അറിവും കൂടെ നമുക്കുണ്ടായിരിക്കണം. നമുക്ക് അടുത്തത് കൊണ്ട് നോക്കാം. In the hour of trial, Revelation 3rd chapter verse 10, 12th chapter verses 7 to 17. 7 വർഷം പരീക്ഷാകാലമാണെന്ന് കൃത്യമായി കാണാൻ കഴിയും. ആ 7 വർഷം യുദ്ധങ്ങളുടെ യുഗം എന്നാണ് അതിനെ വിളിക്കേണ്ടത്. പരീക്ഷാകാലം യുദ്ധങ്ങളുടെ യുഗം എന്നാണ് വിളിക്കേണ്ടത്. തുടക്കം മുതൽ ഒടുക്കം വരെ യുദ്ധങ്ങളാണ്. ആ കാര്യം അറിഞ്ഞിരിക്കണം. യുദ്ധങ്ങൾ അത് നമ്മൾ പഠിക്കുന്നുണ്ട്, ആ ഭാഗത്തേക്ക് വരേണ്ടതാണ്. അടുത്തത് No wars in the millennium, Revelation chapter 20 verse 6. സഹസ്രാബ്ദത്തിൽ യുദ്ധമില്ല എന്ന കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. സഹസ്രാബ്ദത്തിന്റെ ആരംഭത്തിൽ യുദ്ധമുണ്ട്. സഹസ്രാബ്ദം കഴിഞ്ഞാൽ അവസാനം ഒരു യുദ്ധം കാണാം. ആ യുദ്ധം ഇവിടെ എഴുതിയിരിക്കുന്നു, വായിക്കാം. Final war, Gog, Magog, Satan and Christ, Revelation chapter 20 verses 7 to 10. ഗോഗ് മാഗോഗ് യുദ്ധം എന്നാണ് അതിന് പറയുക. അതിൽ അറ്റൻഡ് ചെയ്യുന്നത് സാത്താനും അവന്റെ അനുയായികളും ക്രിസ്തുവും അവന്റെ അനുയായികളും. അങ്ങനെയാണ് അവസാനത്തെ യുദ്ധം. ആ യുദ്ധം കഴിഞ്ഞാൽ പിന്നെ യുദ്ധമില്ല എന്നറിഞ്ഞിരിക്കണം. അപ്പൊ യുദ്ധമില്ലാത്തൊരു യുഗം ഉണ്ടെന്ന് പറയാൻ നമുക്ക്, അത് 1000 ആണ്ടാണ്. 5 യുഗങ്ങളിൽ 1000 ആണ്ട് യുദ്ധമില്ലാത്ത യുഗമാണ് എന്ന കാര്യം കൂടെ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമുക്ക് മുമ്പോട്ട് പോകാം. പ്രൈസ് ഗോഡ്. ഈ ഒരു സ്ലൈഡ് നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കണം, ആവർത്തിക്കില്ല. ആദ്യത്തെ സ്ലൈഡ് ചിലപ്പോൾ ആവർത്തിച്ചെന്ന് വരും, എന്നാൽ ഇപ്പോൾ കാണുന്ന സ്ലൈഡ് ഇനി ആവർത്തിക്കുന്നതല്ല. അതുകൊണ്ട് കൃത്യമായി എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്, വിശദമായി മനസ്സിലാക്കേണ്ടതാണ് എന്ന് ഓർപ്പിക്കുന്നു. വായിക്കാം നമുക്ക്. Several experiences of wars. യുദ്ധങ്ങളുടെ വിവിധ പരിചയങ്ങൾ പഠിക്കേണ്ട ഒരു സ്ലൈഡാണിത്. അതെന്തെന്ന് ചെറിയ തോതിൽ ഒരു വിശദീകരണം ഞാൻ നിങ്ങൾക്ക് തരാം. വായിക്കാം. Fighting against God, Acts chapter 5 39 verse. ദൈവത്തോടുള്ള പോരാട്ടം. നമുക്ക് ഈ വാക്യം ഒന്ന് വായിക്കണം. കൃത്യമായി ഇവിടുന്ന് അങ്ങോട്ട് തിരുവെഴുത്ത് വായിച്ചു പഠിച്ചിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. വായിച്ചാട്ടെ. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം 39-ാം വാക്യം. ദൈവികമെങ്കിലോ നിങ്ങൾക്ക് അത് നശിപ്പിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ. അപ്പൊ ദൈവത്തോടുള്ള പോരാട്ടം നിർത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ ദൈവത്തോട് പോരാടണം എന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ദൈവത്തോട് ദൈവഹിതപ്രകാരമല്ലാത്ത ഒരു പോരാട്ടം പാടില്ല എന്നാണ്. ഈ ഒരു ചിന്ത നമ്മൾ വളരെ തെറ്റിയിരിക്കും. അതുകൊണ്ട് കൊലോസി ലേഖനം 4-ാം അധ്യായം എല്ലാവരും എടുത്താട്ടെ. 12 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തോട് പോരാടണോ വേണ്ടയോ എന്ന കാര്യം തിരിച്ചറിയാം. വായിക്കാം. കൊലോസ്യർ 4-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു.
ദൈവത്തോട് പ്രാർത്ഥനയിൽ പോരാടുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 5:39 അരുതാത്തത് ചെയ്തിട്ടുള്ള പോരാട്ടമാണെങ്കിൽ കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. അത് ദൈവത്തോടാണ്. കംപ്ലീഷനല്ല, പെർഫെക്ഷന് വേണ്ടിയുള്ള പോരാട്ടമാണത്. അത് ശ്രദ്ധിക്കണം. നമുക്ക് പിന്നാലെ ആ കാര്യം വിശദമായി പഠിക്കാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ദൈവത്തോട് പോരാട്ടം എന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് അനീതിപരമായ പോരാട്ടമാണ്, നീതിരഹിത പോരാട്ടമാണ്. എന്നാൽ കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ ദൈവത്തോട് പോരാടണം എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. അതെന്തിനു വേണ്ടിയാണ് എഴുതിയിട്ടുണ്ട്? കൊലോസ്യ ലേഖനം 1 വായിച്ച എല്ലാവരും 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം പ്രധാനമായൊരു തത്വമാണത്, ദൈവത്തോടുള്ള പോരാട്ടം. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുവേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരായിരിക്കാൻ, നിങ്ങൾ തികഞ്ഞവരാകാൻ വേണ്ടി പോരാടുക. ഒരു ചോദ്യം ചോദിക്കുന്നു, മറ്റുള്ളവരുടെ പെർഫെക്ഷന് വേണ്ടി ദൈവത്തോട് പോരാടി പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? ആമേൻ. നമ്മുടെ ചർച്ചിലെ വിശ്വാസികളുടെ പെർഫെക്ഷന് വേണ്ടി പോരാടി പ്രാർത്ഥിക്കുന്ന ഒരു മൈൻഡ് നമുക്കുണ്ടാകണം. അതൊരു വലിയ പോരാട്ടമാണ്. അത് ദൈവത്തോടാണ് ആ പോരാട്ടം. അപ്പോസ്തല പ്രവൃത്തി 5-ൽ പറഞ്ഞ പോരാട്ടം അല്ല അത്. അത് അനീതിയാണ്. കൊലോസ്യർ 4-ൽ പറയുന്നത് സമ്പൂർണ്ണ നീതിയാണ്. 1 പെർഫെക്ഷന് വേണ്ടി, 2 വായിച്ചേ. ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടത്. പൂർണ്ണ നിശ്ചയം എന്തിനെ? ദൈവഹിതം സംബന്ധിച്ച്. അപ്പോൾ ആ പോരാട്ടം വേറെയാണ്. അത് വിശദമായി പഠിക്കേണ്ടതാണ്. എല്ലാവരും ചെയ്യേണ്ടതുമാണ്. അടുത്തത്, പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. അടുത്ത വാക്യം നമുക്കിവിടെ വായിക്കും. അടുത്ത ഭാഗം. ആകാശത്തെ കുത്തുന്ന മുഷ്ടിയുദ്ധം. ആ വാക്യം ഒന്ന് വായിക്കാമോ മോളെ? 1 കൊരിന്ത്യർ 9-ാം അധ്യായം 25-ാം വാക്യം. കൊല്ലുന്നവരൊക്കെയും സകലത്തിനും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമവും വാഴാത്തതും പ്രാപിക്കേണ്ടത് തന്നെ. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെ അല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. ആകാശത്തിലേക്ക് നോക്കി അത് കുത്തുന്ന പോലെയല്ല മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. അങ്ങനെ യുദ്ധം ചെയ്യുന്നവരുണ്ട്. അഥവാ അറിവില്ലായ്മയുടെ എവറസ്റ്റിൽ കയറി കനത്ത യുദ്ധം നടത്തുന്നവരുണ്ട്. അവർ പരാജയപ്പെടുമെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇത് അറിഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്യുന്നതാണ്. അടുത്തത്, തീത്തോസ് 3-ാം അധ്യായം 9-ാം വാക്യം. ന്യായപ്രമാണത്തെ കുറിച്ചുള്ള വാദം. തീത്തോസ് 3-ാം അധ്യായം 9-ാം വാക്യം. മൗഢ്യ തർക്കവും വംശാവലികളും കലഹവും ന്യായപ്രമാണത്തെ കുറിച്ചുള്ള വാദവും ഒഴിഞ്ഞു നിൽക്കുക. ഇവ നിഷ്പ്രയോജനവും വ്യക്തവുമല്ലോ. തമ്മിൽ ന്യായപ്രമാണത്തെ കുറിച്ച് വാദപ്രതിവാദം നടത്തുന്നതിനെ സമ്പൂർണമായി നിരുത്സാഹപ്പെടുത്തുകയാണ് ബൈബിൾ. അത് നമ്മുടെ ഇടയിൽ വേണ്ട. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചാൽ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം. വായിച്ചാട്ടെ. നിർത്തി വായിക്കണേ. മൗഢ്യ തർക്കം പാടില്ല. അടുത്തത്, വംശാവലികളെ കുറിച്ചുള്ള ഭയങ്കര തർക്കങ്ങൾ നടക്കുക. ഒരു ആവശ്യമില്ല. അടുത്തത്, അത് പിന്നെ പറയണ്ട. അത് യുദ്ധമാണെന്നാണ് യാക്കോബ് എഴുതിയിരിക്കുന്നത്. അത് സമ്പൂർണ്ണ തെറ്റാണ്. ചർച്ചകളിൽ കലഹം ഉണ്ടാക്കുന്നത് തികച്ചും തെറ്റാണ്. ആ യുദ്ധമേ പാടില്ല എന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. അടുത്തത്, ന്യായപ്രമാണം എന്ന വാക്ക് ഒരു വാക്കൊന്ന് പറഞ്ഞോട്ടെ. പുതിയ നിയമം പഠിക്കുന്ന വ്യക്തികൾക്ക് ന്യായപ്രമാണം എന്ന് പറയുന്നത് 5 പുസ്തകം മാത്രമല്ല, അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കാവ്യ പുസ്തകങ്ങൾ ന്യായപ്രമാണമാണ്. 16 പ്രവചന പുസ്തകങ്ങൾ ന്യായപ്രമാണമാണ്. പുതിയ നിയമത്തിൽ 3-നും തെളിവുണ്ട്. അപ്പൊ ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ വെറും 5 പുസ്തകത്തെ കുറിച്ച് മാത്രമല്ല, 39 ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കിയും ന്യായപ്രമാണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള വാദപ്രതിവാദം പാടില്ല. ആ ഫൈറ്റിംഗ് തികച്ചും തെറ്റാണ്. അടുത്ത വാക്ക്, ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാട്ടം. റോമർ 7-ാം അധ്യായം 23-ാം വാക്യം. എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. ശരീരത്തിലെ അവയവങ്ങൾ തെറ്റായ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന പോരാട്ടമാണിത്. ഇത് വളരെ ആഴത്തിൽ എല്ലാവരും അറിഞ്ഞിരിക്കുക, ഗ്രഹിക്കുക.
നമ്മുടെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടി നമ്മുടെ ശരീരത്തെ നിയമവിരുദ്ധമായ കാര്യങ്ങളിലേക്ക് നയിക്കുക. നിയമവിരുദ്ധമായ കാര്യങ്ങളിലേക്ക് നയിക്കുക. അങ്ങനെ ഒരു പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിൽ നിന്ന് ജയിക്കാൻ ഒറ്റ മാർഗം പറയുന്നത് 8-ാം അധ്യായമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, 8-ാം അധ്യായമാണ്. 8-ാം അധ്യായം പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വലിയൊരു അധ്യായമാണ്. അത് കൃത്യമായി ശ്രദ്ധിക്കുക. ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന പോരാട്ടത്തിന്റെ വലിയ തോൽവി വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ജയിക്കാൻ ഏറ്റവും വലിയ മാർഗം പരിശുദ്ധാത്മാവുമായി, തിരുവെഴുത്തുമായി അത്യുത്തമ ബന്ധമുണ്ടാക്കി തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. അവിടെ വരുമ്പോൾ കൃത്യമായി വിജയിക്കാൻ കഴിയും എന്നും കൂടെ ഈ പ്രഥമ ഭാഗത്ത് ഞാൻ പറഞ്ഞു വിടട്ടെ. അടുത്തത് Waiting outside. 2 Corinthians 7 chapter verse 5. പുറത്ത് യുദ്ധം. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 5-ാം വാക്യം. ഞങ്ങൾ മക്കതോനിയയിൽ എത്തിയ ശേഷവും ഞങ്ങളുടെ ജഡത്തിന് ഒട്ടും സുഖമല്ല, എല്ലാ വിധത്തിലും കഷ്ടമത്രേ ഉണ്ടായത്. പുറത്ത് യുദ്ധം, അകത്തു ഭയം. പുറത്ത് യുദ്ധം എന്ന വാക്ക് പൗലോസ് പറയുന്നതിന്റെ വിശദീകരണം 14 ലേഖനങ്ങളുടെ വീക്ഷണത്തിലാണ് കാണേണ്ടത്. അത് അപ്പോസ്തല പ്രവൃത്തി 19 അതിന്റെ ഒരു കീ ചാപ്റ്റർ ആയിട്ട് ഇരുന്നോട്ടെ. അപ്പോസ്തല പ്രവൃത്തി 19 ഒരു കീ ചാപ്റ്റർ ആയിട്ട് ഇരുന്നോട്ടെ. മതത്തിൽ നിന്നുള്ള യുദ്ധം, മത സംഘടനകളിൽ നിന്നുള്ള യുദ്ധം, രാഷ്ട്രങ്ങളിൽ നിന്നുള്ള യുദ്ധം, രാജ്യത്തിന്റെ അധിപതികളിൽ നിന്നുള്ള യുദ്ധം, അങ്ങനെ നിരവധിയാണ് പുറത്തുള്ള യുദ്ധം. അത് നടക്കുമ്പോൾ തന്നെ അകത്തും യുദ്ധമുണ്ടെന്ന് പറയുന്നു. അത് ശ്രദ്ധിക്കുക. അടുത്തത് James 4th chapter verse 7. Against Satan. യാക്കോബ് 4-ാം അധ്യായം 7-ാം വാക്യം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുകയും പിശാചിനോട് എതിർത്ത് നിൽക്കുകയും, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പിശാചിനോട് എതിർത്ത് നിൽക്കുന്ന യുദ്ധം, പിശാചിനോട് എതിർത്ത് നിൽക്കുന്ന യുദ്ധം. ആ യുദ്ധത്തെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. പിശാചിനോടും അവരുടെ സൈന്യത്തോടും നമ്മുടെ യുദ്ധരീതി എന്താണ്, അത് നമ്മൾ നന്നായി പഠിക്കാൻ പോവുകയാണ്. പ്ലീസ് ഗോഡ്, അത് ആഴമായി പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന കാര്യം കൊണ്ട് ഇവിടെ പറയട്ടെ. നമ്മൾ അല്പം മുമ്പോട്ട് പോകുമ്പോൾ വിശദമായി പഠിക്കുന്നുണ്ടല്ലോ ഈ വിഷയങ്ങൾ. അടുത്തത് Ephesians 6th chapter verses 11. 4 groups against the human world. ആ വാക്യം നമുക്ക് കൃത്യമായി വായിക്കണം. എല്ലാവരും എടുത്താട്ട്. പുതിയ നിയമത്തിൽ നമ്മുടെ യുദ്ധം 4 വ്യത്യസ്ത ഗ്രൂപ്പിനോടാണ്. ആ ഗ്രൂപ്പ് എന്താണ്, അതിനോടുള്ള യുദ്ധം എന്താണ്, വിശദമായി നമ്മൾ പഠിക്കും. കൃത്യമായി നമ്മൾ പഠിക്കുന്നതാണ്. ആ ഗ്രൂപ്പ് ഒന്ന് വായിക്കാം. Ephesians 6-ാം അധ്യായം 11-ാം വാക്യം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന് സർവായുധ വർഗം ധരിച്ചുകൊള്ളുകയും, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാലത്തിന്റെ ലോകാധിപതികളോടും സ്വലോകങ്ങളിൽ ദുഷ്ടാത്മസേനയോടും അത്രേ. ഈ 4 ഗ്രൂപ്പ് എന്താണെന്ന് ക്രൈസ്തവ സംഘടനകൾ പാടി വെച്ചിട്ടുണ്ട്. അവരുടെ പാട്ടിലെ ഗ്രൂപ്പ് അല്ല ബൈബിൾ പറയുന്നത് എന്ന കാര്യം ആദ്യമേ വിശദമാക്കട്ടെ. ആ പാട്ടിന്റെ അടിസ്ഥാനത്തിൽ വേർപെട്ട സഭക്കാര് അതിനെ കൊണ്ടു നടക്കുന്നുണ്ട്. തിരുവഴുത്ത് അതല്ല പറയുന്നത് എന്ന കാര്യം വിശദമാക്കുന്നു. പേര് ഞാൻ തൽക്കാലം സംഘടനകളുടെ പേര് പറയുന്നില്ല. നിങ്ങൾക്കൊക്കെ ആ പാട്ട് അറിയാം. നിങ്ങൾ അതിൽ നിന്നൊക്കെ വന്നവരാണല്ലോ, നമ്മളെല്ലാം. അപ്പൊ അതുകൊണ്ട് ആ പാട്ട് നമുക്കറിയാം. ഞാൻ തൽക്കാലം ആ പാട്ട് വിടുന്നു. നമുക്ക് ബൈബിളിലേക്ക് കടക്കാം. അടുത്തത് Isaiah 24th chapter 21 verse. 2 types of regions of the battlefield of satanic soldiers. സാത്താന്യ സൈന്യം യുദ്ധം നടത്തുന്നത് 2 വിധ മേഖലകളിലാണ്. സാത്താന്യ സൈന്യം യുദ്ധം നടത്തുന്നത് 2 വിധ മേഖലകളിലാണ്. ആ മേഖലയെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. വായിക്കാം നമുക്ക്. യെശയ്യാവ് 24-ാം അധ്യായം 21-ാം വാക്യം. അന്നാളിൽ യഹോവ ഉയരത്തിൽ ഉന്നതന്മാരുടെ സൈന്യത്തെയും, ഉയരത്തിൽ ഉന്നതന്മാരുടെ സൈന്യം വിശദമാക്കാൻ നമുക്ക് പിന്നീട്. അപ്പോൾ ഉയരത്തിലെ യുദ്ധമുണ്ട്. ഉയരത്തിലെ യുദ്ധം ഉന്നതന്മാർക്കുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരു ഉന്നതൻ മാത്രമല്ല പൈശാചികമായ മണ്ഡലത്തിലുള്ളത്, ഉന്നതന്മാർ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ആ അറിവ് നമുക്കുണ്ടായിരിക്കണം. ആ ഉന്നതന്മാർ ആരാണെന്ന് ഞാൻ ചെറിയ തോതിൽ നിങ്ങളെ ബോധ്യപ്പെടുത്തിയിരുന്നു. അങ്ങനെയെങ്കിൽ ഉയരത്തിലെ ഉന്നതന്മാരുടെ യുദ്ധം 2 വായിച്ചാട്ട് താഴെ. സൈന്യത്തെയും ഭൂമിയിൽ ഭൂപാലന്മാരെയും സന്ദർശിക്കും. ഭൂമിയിലെ പാലകന്മാരുണ്ട്,
അവരെ കുറിച്ച് 96 വാക്യങ്ങളാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. അവരുടെ യുദ്ധം അതെന്താണ്, എങ്ങനെയാണ്, ഇതിൽ നമ്മുടെ പങ്ക് എന്താണ് എന്ന കാര്യം വിശദമാക്കുന്ന സ്റ്റഡിയാണ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. നമുക്ക് മുമ്പോട്ട് പോകാം. സ്വർഗം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത് 4 സ്ഥലങ്ങളിലാണ് യുദ്ധം കാണുന്നത്. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ 4 സ്ഥലങ്ങളിലാണ് യുദ്ധം നടക്കുന്നത്. വായിക്കാം നമുക്ക്. Wars based on places. ഒന്നാമത്തെ സ്ഥലം Wars in heaven. Revelation, 12th chapter, verses 7 to 10. വെളിപ്പാട് 12:7 മുതൽ 10 വരെ നമ്മൾ പലവട്ടം വായിച്ചതുകൊണ്ട് ഇപ്പോൾ വായിക്കുന്നില്ല. എന്നാൽ പിന്നീട് അതിന്റെ ഒരു ഭാഗം നമ്മൾ പഠിക്കുന്നതാണ്. മീഖായേലും അവന്റെ കൂടെയുള്ള ദൂതന്മാരും പിശാചും അവന്റെ കൂടെയുള്ള ദൂതന്മാരും സ്വർഗത്തിൽ യുദ്ധമുണ്ടായി എന്ന് കാണുന്നു. അത് ഏത് സ്വർഗമാണ് നമ്മൾ പഠിച്ചു. നിത്യമായ സ്വർഗങ്ങളിലല്ല യുദ്ധം എന്നറിഞ്ഞിരിക്കണം. നിർമ്മിത സ്വർഗത്തിലാണ് യുദ്ധം. സൃഷ്ടിക്കപ്പെട്ട സ്വർഗത്തിൽ വെച്ച് പിശാചും അവന്റെ സൈന്യവും അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ മീഖായേലും പാർട്ടി യുദ്ധം ചെയ്യുന്നുണ്ട്. ആ യുദ്ധത്തെ കുറിച്ച് നമ്മൾ നന്നായി പഠിച്ചതാണ്. ആ ഭാഗം വിടുന്നു. 2. Second one, wars on Revelation, 16th chapter, verse 15. ഒരു വാക്യം മാത്രമേ നമ്മളിവിടെ എഴുതിയിട്ടുള്ളൂ എന്ന കാരണത്താൽ ഭൂമിയിലെ യുദ്ധങ്ങൾക്ക് ഇതെല്ലാം ഒരു വാക്യമല്ല, ഒരു കീവേഡ്സ് വേണമല്ലോ എന്ന് വിചാരിച്ച ഒരു താക്കോൽ വാക്യം എഴുതിയെന്നേ ഉള്ളൂ. ആ താക്കോൽ വാക്യം ഫണ്ടമെന്റലായിട്ട് അറിയാൻ വേണ്ടിയാണ്. ഭൂമിയിലെ യുദ്ധങ്ങൾ ഒത്തിരിയുണ്ട്. അത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഭൂമിയിലെ യുദ്ധങ്ങൾ കാണാം. ആ കാര്യം അറിഞ്ഞിരിക്കണം. അടുത്ത 3-ാമത്തേത് Underworld war. Matthew chapter 22, verse 13, and Isaiah chapter 40, verses 10 and 11. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം അധോലോകത്തിലെ യുദ്ധങ്ങളാണ്. അധോലോകത്തിലെ യുദ്ധങ്ങളെ കുറിച്ചും ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്. അതും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. അടുത്തത് Sea war. Isaiah 27 chapter, verse 1. സമുദ്രത്തിലെ യുദ്ധങ്ങളെ കുറിച്ച്, സമുദ്രത്തിലെ യുദ്ധമല്ല, സമുദ്രത്തിലെ യുദ്ധങ്ങളെ കുറിച്ച് വ്യക്തമായി പറയുന്ന പുസ്തകമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ. അപ്പൊ 4 സ്ഥലങ്ങളിലാണ് വേദപുസ്തക പ്രകാരം യുദ്ധങ്ങൾ നടക്കുന്നത് എന്നറിഞ്ഞിരിക്കണം. 4 സ്ഥലങ്ങൾ ഒന്നുകൂടെ പറയുന്നു. സ്വർഗത്തിൽ, ഭൂമിയിൽ, അധോലോകത്തിൽ, സമുദ്രത്തിൽ. ഈ 4 ഇടങ്ങളിലാണ് പൊതുവായി യുദ്ധങ്ങൾ നടക്കുന്നത്. ഇത് അറിഞ്ഞിരിക്കണം. ആരൊക്കെ എങ്ങനെയൊക്കെയാണ് എന്ന് വിശദമായി നമുക്ക് പിന്നീട് പഠിക്കാം. നമുക്ക് മുമ്പോട്ട് പോകാം. പ്രൈസ് ഗോഡ്. അടുത്തത് Warfare classification. എങ്ങനെയാണ് യുദ്ധത്തിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് അറിയണ്ടേ? അത് ബൈബിൾ എന്ത് പറയുന്നു എന്ന് വേദപുസ്തക ഭാഷ്യമാണ് ഞാൻ എപ്പോഴും എടുക്കുന്നത്. സ്കോളേഴ്സ് പറഞ്ഞ് തെറ്റാണെന്നോ ശരിയാണെന്നോ അല്ല നമ്മുടെ വിഷയം. ബൈബിൾ പരിശുദ്ധാത്മാവ് എന്ത് പറഞ്ഞു അത് നമുക്ക് കൃത്യമായി അറിയണം, ആഴത്തിൽ അറിയേണ്ടിയിരിക്കുന്നു. വായിക്കാം മോളെ. First one, കുഞ്ഞാടിന്റെ പോരാട്ടം. The fight of the Lamb of God. ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് കർത്താവിനെ വിളിച്ചിരിക്കുന്നു. യോഹന്നാൻ 1-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് വിളിച്ചിരിക്കുന്നു. ആ കുഞ്ഞാടിന്റെ പോരാട്ടം അഥവാ യേശു ക്രിസ്തുവിന്റെ പോരാട്ടം. അടുത്തത് അത് നമുക്ക് വായിക്കാം പിന്നീട്. Second one, മഹാസർപ്പത്തിന്റെ പോരാട്ടം. The fight of the dragon. മഹാസർപ്പം എന്ന് പറയുന്നത് പിശാചിനെയാണെന്ന് കൃത്യമായി വെളിപ്പാട് 12:7 മുതൽ 10 വരെ കാണുന്നു. അപ്പൊ പിശാചിന്റെ യുദ്ധം, മഹാസർപ്പത്തിന്റെ യുദ്ധങ്ങൾ എന്തൊക്കെയാണ്? അടുത്തത് Third one, മൃഗത്തിന്റെ പോരാട്ടം. The fight of the Therion. തെറിയോൺ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ് ഇവിടെ മൃഗം എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. മൃഗത്തിന് പല വാക്കുകൾ ഗ്രീക്കിലുണ്ടെങ്കിലും അത് വെളിപ്പാടിൽ വരുമ്പോൾ തെറിയോൺ എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ തെറിയോൺ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആന്റൈ ക്രൈസ്റ്റ് ആണ്, അഥവാ എതിർ ക്രിസ്തു ആണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ എതിർ ക്രിസ്തുവിന്റെ പോരാട്ടങ്ങൾ എന്തൊക്കെയാണ്? അടുത്തത് Fourth one, മിഖായേലിന്റെയും ദൂതന്മാരുടെയും പോരാട്ടം. The fight of the Michael and his angels. മീഖായേലും തന്റെ ദൂതന്മാരും നടത്തുന്ന പോരാട്ടമാണത്. Fifth one, വിശുദ്ധന്മാരുടെ യുദ്ധം. Saints. നമ്മുടെ യുദ്ധമാണത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് യുദ്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ യുദ്ധമുണ്ട്. ഒരു കൊച്ചൻ ചെന്ന് അമ്മോട് ചോദിച്ചു, അമ്മേ യുദ്ധം എങ്ങനെ നടക്കുന്നെന്ന്. അമ്മ പറഞ്ഞു, 2 അതിർത്തികൾ, നമ്മുടെ ഇന്ത്യൻ അതിർത്തിയിൽ അതെ പാകിസ്ഥാന്റെ അതിർത്തിയിലെ സൈനികൾ തമ്മിൽ പ്രയാസം ഉണ്ടായി, യുദ്ധം ആരംഭിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അപ്പൻ പറഞ്ഞു, മോനെ അമ്മയ്ക്ക് ഒരു വിവരവും ഇല്ല, മോൻ ഇങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൻ പറയാൻ തുടങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു, മോൻ ഇങ്ങോട്ട് വാ, അപ്പൻ പറഞ്ഞല്ല ശരി, ഞാൻ പറഞ്ഞാണ്. അപ്പൊ മോൻ പറഞ്ഞു, യുദ്ധം എങ്ങനെ തുടങ്ങും, എവിടെ തുടങ്ങുമെന്ന് ഇനി പറയേണ്ട കാര്യമില്ല, കൃത്യമായി മനസ്സിലായി എന്ന് ആ കൊച്ച് അവിടെ വെച്ച് പരസ്യമായി പറഞ്ഞു. യുദ്ധം സംബന്ധിച്ച് വലിയ കാര്യങ്ങൾ പറയാനുണ്ട്.
നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാം. വിശുദ്ധന്മാർക്ക് യുദ്ധമുണ്ടോ? ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു 17 യുദ്ധങ്ങളാണ് വിശുദ്ധന്മാർ നടത്തേണ്ടത്. എല്ലാവരും കൃത്യമായി അറിഞ്ഞിരിക്കുക, 17 യുദ്ധങ്ങൾ. ആ യുദ്ധങ്ങൾ നടത്തേണ്ടത് നമ്മളാണ്. അത് കൃത്യമായി നടത്തണം എന്നറിഞ്ഞിരിക്കണം. നമ്മൾ വിശദമായി പഠിക്കാം. അടുത്തത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളാണ്. അതിന് ഇംഗ്ലീഷ് ഒരു വട്ടം കൂടെ വായിക്കും. മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21 വായിച്ചാൽ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്നു എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് രാജ്യങ്ങൾ. അപ്പോൾ യുദ്ധങ്ങളുടെ ക്ലാസിഫിക്കേഷൻ മിനിമം 6 ഭാഗമായി തിരിക്കാൻ കഴിയുമെന്ന കാര്യം അറിഞ്ഞിരിക്കുക. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും കേൾവിക്കാർ ഇത് ശ്രദ്ധിക്കുന്നത്. 6 ഭാഗമായി ഇതിനെക്കുറിച്ച് പഠിക്കാൻ കഴിയുമെന്നും കൂടെ ഓർപ്പിക്കട്ടെ. നമുക്ക് മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ അകത്തേക്ക് ഇനി കടക്കാൻ പോവുകയാണ് ഓരോന്നോരോന്നും. പ്രൈസ് ഗോഡ്. കുഞ്ഞാടിന്റെ പോരാട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. മോളെ വായിച്ചാട്ടെ. കുഞ്ഞാടിന്റെ പോരാട്ടം നമുക്ക് കൃത്യമായിട്ടൊന്ന് വായിക്കണം. പഴയ നിയമവിശുദ്ധരോട് ബന്ധപ്പെട്ടത്. കുഞ്ഞാടിന്റെ പോരാട്ടം എന്ന് പറയുന്നത് ആദ്യമേ മനസ്സിലാക്കേണ്ടത് യേശുക്രിസ്തു പഴയ നിയമ വിശുദ്ധന്മാരോട് ബന്ധപ്പെട്ട് നടത്തിയ പോരാട്ടങ്ങൾ. യേശുക്രിസ്തു പഴയ നിയമ വിശുദ്ധന്മാരോട് ബന്ധപ്പെട്ട് നടത്തിയ പോരാട്ടങ്ങൾ കൃത്യമായി അത് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. അടുത്തത് നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. വായിച്ചാട്ടെ. ഹാബേൽ മുതൽ യോഹന്നാൻ വരെയുള്ള ഒരു വലിയ ചരിത്രം ലൂക്കോസ് 11-ാം അധ്യായത്തിൽ കാണാം. അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഹാബേൽ മുതൽ യോഹന്നാൻ വരെ എന്ന്. ഹാബേൽ മുതൽ സെക്കര്യാവ് വരെ 2 പ്രയോഗങ്ങൾ നമുക്ക് കാണാം. ആ ടൈമിലെ യുദ്ധമാണ് വിശുദ്ധന്മാരോട് ബന്ധപ്പെട്ടുള്ള യുദ്ധം, കുഞ്ഞാടിന്റെ. പ്രൈസ് ഗോഡ്. ഇതെല്ലാം വിശദമായി പഠിക്കാൻ പോകുകയാണ്. അടുത്തത് യേശു ക്രിസ്തു ഇസ്രായേലിന് വേണ്ടി ആക്ഷരിക യുദ്ധം നടത്തിയതായി നമുക്ക് കാണാൻ കഴിയും. അടുത്തത് ഇസ്രായേലിനെതിരെ നമ്മുടെ കർത്താവ് യുദ്ധം നടത്തിയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഇത് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണേ. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ കർത്താവ് തയ്യാറാണ്. നമുക്കെതിരെ, നമ്മൾ തെറ്റ് ചെയ്താൽ നമുക്കെതിരെ യുദ്ധം ചെയ്യാനും കർത്താവ് തയ്യാറാണെന്ന കാര്യം അറിഞ്ഞിരിക്കണം. പിന്നെ നമുക്ക് നിൽക്കാൻ പോലും പറ്റില്ല. പ്രൈസ് ഗോഡ്. എത്ര വലിയ പ്രസിഡന്റ് ആയാലും നിൽക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ക്രിസ്തു നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്നുള്ള സത്യം. എന്നാൽ നിയമം വിട്ടാൽ നമുക്കെതിരെ യുദ്ധം ചെയ്യാനും കർത്താവ് തയ്യാറാണ്. അതെല്ലാം വിശദമായി നമ്മൾ പഠിക്കുന്നതാണ്. അടുത്തത് സുപ്രസാദകാല പോരാട്ടങ്ങൾ, മത ശുശ്രൂഷകരോടുള്ള പോരാട്ടം, മിനിസ്റ്റേഴ്സ് ഓഫ് ദ നേഷൻ. മിനിസ്റ്റേഴ്സ് ഓഫ് ദ നേഷൻ എന്ന് പറയുന്ന റിലീജിയൻ എന്ന് പറയാൻ നമുക്ക് മിനിസ്റ്റേഴ്സ് ഓഫ് റിലീജിയൻ. അത് നേഷനായിട്ടാണ് ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഒരു പോരാട്ടമുണ്ട്. അടുത്തത് സാംസ്കാരിക നായകരോടുള്ള പോരാട്ടം, അതും ബൈബിളിൽ കാണാം. രാഷ്ട്ര നായകരോടുള്ള പോരാട്ടം, ഇനി മുമ്പോട്ട് പോവുകയാണ്. പ്രൈസ് ഗോഡ്. ഇത് കൃത്യമായി ഒന്ന് അറിഞ്ഞിരിക്കുക. കുഞ്ഞാടിന്റെ പോരാട്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണിത്. കോടതികളിൽ നമ്മുടെ കർത്താവ് നടത്തിയ യുദ്ധമാണ്. കോടതികളിൽ, ഞാൻ ഈ വാക്യങ്ങൾ ഇപ്പൊ വായിപ്പിക്കുന്നില്ല, ഇന്ന് അതിന് മുഖവുര പറഞ്ഞ് ആ ഭാഗം വിടുകയാണ്. 5 കോടതികളിൽ 6 പ്രാവശ്യമാണ് കർത്താവ് യുദ്ധം നടത്തിയത്. 5 കോടതികളിൽ 6 പ്രാവശ്യമാണ് യുദ്ധം നടത്തിയത്. അടുത്തത് ക്രൂശിൽ നടത്തിയ യുദ്ധം വേറെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. കോടതികളിൽ നടത്തിയ യുദ്ധം വേറെ, ക്രൂശിൽ നമ്മുടെ കർത്താവ് നടത്തിയ യുദ്ധം വേറെ. ഇത് നമ്മൾ അറിയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്, നമുക്കെതിരെയുള്ള യുദ്ധങ്ങൾ വരുമ്പോൾ നമ്മുടെ അരുമനാഥനെ നോക്കി ആശ്വാസം പ്രാപിക്കണമെന്ന് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ കാണാം. ആ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കണം. ഒരു അറിവിന് വേണ്ടി മാത്രമാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം 4-ാം വാക്യം. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്തു നിന്നിട്ടില്ല. വായിച്ചോളൂ. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷികയും വരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം കർത്താവ് നടത്തിയ പോരാട്ടം നമ്മൾ ഓർക്കേണ്ടത് എങ്ങനെയാ? പ്രാണത്യാഗത്തോളം പോരാടുക. പ്രാണത്യാഗത്തോളം പോരാടുക. തുടക്കത്തിൽ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ജീവൻ പോയാലും നമ്മുടെ കർത്താവിനെ വിട്ട് ഒരിടത്തും പോകില്ല എന്ന തീരുമാനത്തിൽ വേണം നമ്മൾ ഇരിക്കാൻ. ഇത്
നമ്മൾ മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. ക്രൂശിലെ പോരാട്ടം എന്ന് പറയുമ്പോൾ എന്തിനൊക്കെ വേണ്ടി എന്നുള്ളത് നമ്മൾ വിശദമായി പഠിക്കുന്നുണ്ട്. ഒരു മുഖവര കൂടെ പറഞ്ഞ് ഈ ഭാഗം വിടാം. അടുത്തത് പിന്മാറ്റക്കാർക്ക് നേരെയുള്ള പോരാട്ടം, വെളിപ്പാട് 2-16 വാക്യം. ആ ഒരു വാക്യം ഒന്ന് വായിക്കും നല്ലതാണ്. പൊതുവെ നമ്മൾ വായിക്കാത്തൊരു വാക്യമാണ്, അതുകൊണ്ട് വായിച്ചാട്ടെ. വെളിപ്പാട് 2-16 വാക്യം. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. പിന്മാറ്റക്കാർക്കെതിരെ കർത്താവ് പോരാടുന്നുണ്ട് എന്ന കാര്യം അറിഞ്ഞിരിക്കണം. ഷാർജ AG ചർച്ചിനകത്ത് പിന്മാറ്റക്കാരുള്ളതായിട്ട് എന്റെ അറിവിലില്ല. അഥവാ ആരെങ്കിലും എഴുന്നേറ്റാൽ അവനെതിരെ കർത്താവ് പോരാടും എന്ന കാര്യം കൊണ്ട് അറിഞ്ഞിരിക്കണം. ലോകം മുഴുവൻ നമ്മുടെ മെസ്സേജ് പോവുകയല്ലേ. ഇത് കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയുകയാണ്, പിന്മാറ്റത്തിലേക്ക് പോകാൻ എളുപ്പമുണ്ട്. പോയാൽ അവരോട് പോരാടുന്ന പോരാട്ടം ചില്ലറയല്ല. അതിൽ പരാജയപ്പെടാതെ തിരിച്ചു വന്ന് യേശുവിന്റെ കാൽ പിടിക്കുന്നതാണ് വിജയം എന്നറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം, ശ്രദ്ധിച്ചാട്ട്. ചാൾസ് ഹോഡ്ജ് സ്പർജന്റെ വീടിന്റെ മുറ്റത്ത് നല്ലൊരു തോട്ടമുണ്ട്. ആ തോട്ടത്തിൽ എല്ലാ ദിവസവും രാവിലെ വടി കുത്തി പിടിച്ചുകൊണ്ട് ഒരു വേദഭാഗം ധ്യാനിച്ചുകൊണ്ട് നടക്കും അദ്ദേഹം. ഒരു ദിവസം 2-ാം സങ്കീർത്തനം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ കുടുംബത്തിലെ തന്റെ വീട്ടിലെ പട്ടിക്കുഞ്ഞ് ഓടി വന്ന് തന്നെ ഒന്ന് നക്കി. തനിക്കത് ഭയങ്കര വിഷമായി. കാരണം നല്ല തിരുവഴുത്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കയ്യിൽ നിന്ന് വടി കൊടുത്ത് ഒറ്റ അടി കൊടുത്തു. പായി 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 എന്ന് പറഞ്ഞ് ബഹളം വെച്ച് അവിടെ പട്ടിക്കുട്ടി അവിടെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും പട്ടിക്കുട്ടി സ്നേഹം നിമിത്തം വന്ന് നക്കി ഒറ്റ ഏറ് കൊടുത്തു ആ വടി കൊണ്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കണം, ആ വടിയും പട്ടിക്കുട്ടി അവിടെ ഇരുന്നു കിടന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഈ പട്ടിക്കുട്ടി വടി കടിച്ചു പിടിച്ച് സ്പർജന്റെ കാൽക്കൽ കൊണ്ടിട്ടിരിക്കുക. അന്നേരം 2-ാം സങ്കീർത്തനത്തിലെ ഒരു ഭാഗം എഴുതുക, വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. നിങ്ങൾക്ക് മനസ്സിലായി നീ വിചാരിക്കുന്നു. നമ്മളെ തല്ലുന്ന വടിയുടെ അറ്റം പിടിച്ചുകൊണ്ട്, ചെങ്കോൽ പിടിച്ചുകൊണ്ട് രാജാവിന്റെ അടുക്കിലേക്ക് തിരിച്ചു ചെല്ലാൻ ഇടയായാൽ നമ്മൾ വിജയിക്കുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ആമേൻ. നമ്മളെ അടിക്കുന്ന ചെങ്കോലിന്റെ അറ്റം പിടിച്ചുകൊണ്ട് തിരിച്ച് രാജാവിന്റെ അടുക്ക് ചെന്ന് വീഴുന്നതാണ് വിജയമെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? ഈ ദൂത് കേൾക്കുന്ന സകലരും മനസ്സിലാക്കുക, വിജയം വേണോ? നമുക്ക് ലഭിച്ച അടിയുടെ വടിയുടെ വിവരം മനസ്സിലാക്കി അറ്റം പിടിച്ച് രാജാവിന്റെ അടുക്കൽ ചെന്ന് വീഴുക. കർത്താവെ, നീ എന്നെ രക്ഷിച്ചേ പറ്റൂ. നിഷ്കളങ്കമായി ഞാൻ അങ്ങനെ കർത്താവെ പറയുന്നു, രക്ഷിച്ചേ പറ്റൂ. ഈ ദൂത് എന്ന് പറയുമ്പോൾ അനേക ജീവിതങ്ങൾക്ക് അസംബ്ലീസ് ഓഫ് ഗോഡ് ഷാർജ ഒരുക്കുന്ന മീറ്റിംഗ് വഴി അനേക കെട്ടുകൾ അഴിയുന്നതായി ഞാൻ അറിയുന്നു. ഇന്നലെ പകൽ ഞാൻ അറിഞ്ഞത്, പ്രൈസ് ഗോഡ്, 37 സീരീസ് പാർട്ടുകളും മുഴുവനും കേട്ട ഒരാള്, അത് 12 തവണയൊക്കെ കേട്ട ഒരാളുണ്ട്. അഭ്യസ്ത വിദ്യയായ ഒരു വ്യക്തി, നന്നായി വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. 12 തവണ കേട്ടു. ഞാനിത് പറയാൻ കാരണം, ആ കുടുംബത്തിനേറ്റ അടി ചെറുതല്ല. ആമേൻ. ആ കുടുംബത്തിനേറ്റ അടി ചെറുതല്ല. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിന് വലിയൊരു മാറ്റം വന്നിരിക്കുകയാണ്. നമ്മൾ അറിയുന്നില്ല ഈ മെസ്സേജിന്റെ ഒക്കെ വലിപ്പം എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നമുക്ക് തിരിച്ചു വരാം. ആരെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നിട്ടുണ്ടെങ്കിൽ നേരെ നമുക്ക് തിരിച്ചു എന്ന് പറയാം, കർത്താവേ, ഞാൻ വീഴുകയാണ്, എന്റെ ചരിത്രത്തിൽ ഒരു വലിയ വീഴ്ച വന്നുപോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് മടങ്ങാൻ തയ്യാറായാൽ ക്രിസ്തു നിന്നോട് നടത്തുന്ന പോരാട്ടം നിർത്തും. നിന്നെ സ്നേഹിച്ചുകൊണ്ടാണ് പോരാടുന്നത്. ആ പോരാട്ടത്തിനപ്പുറത്ത് നിനക്കൊരു വലിയ വിടുതലും കൂടെ തരുമെന്ന് ഉറക്കെ പറയട്ടെ ഞാൻ. അടുത്ത വാക്ക് ഒന്ന് ശ്രദ്ധിച്ചെല്ലാവരും. പരീക്ഷാകാല യുദ്ധങ്ങൾ. ഫസ്റ്റ് വൺ, മൃഗത്തിനും കള്ളപ്രവാചകനും നേരെ. വെളിപ്പാട് 19-ാം അധ്യായം 11 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ദാനിയേൽ 7-ാം അധ്യായം 26-ാം വാക്യം. യേശു ക്രിസ്തുവിന് വിളിച്ചിരിക്കുന്ന പേരാണ് അർണിയോൻ എന്ന പദം. കുഞ്ഞാട്, അർണിയോൻ എന്ന വാക്ക്. ആ അർണിയോൻ എന്ന പദം വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, കുഞ്ഞാട് മൃഗത്തിനും കള്ളപ്രവാചകനെതിരെ യുദ്ധത്തിന് വരികയാണ്. ഒരു ചോദ്യം ചോദിക്കുക, ഒരു കുഞ്ഞാടും വലിയൊരു മൃഗവും തമ്മിൽ യുദ്ധം നടത്തിയാൽ കുഞ്ഞാട് തോൽക്കുന്ന കഥയല്ലാതെ മൃഗം തോൽക്കുന്ന കഥയുണ്ടോ? അപ്പോസ്തല പ്രവൃത്തി 9 നോക്കിയാൽ പൗലോസിനെ കർത്താവ് നേരിടുന്നു. പൗലോസ് ബെന്യാമീൻ ഗോത്രത്തിലെ ചെന്നായാണ്. ആ ചെന്നായെ നേരിടാൻ വന്നിരിക്കുന്ന കുഞ്ഞാട്. പ്രൈസ് ഗോഡ്. അറിഞ്ഞിരിക്കണം, ജയിച്ചത് ആരാ? കുഞ്ഞാട് ഒരു ചെറിയ ടോർച്ച് അടിച്ചതേ ഉള്ളൂ, അവന്റെ കഥ കഴിഞ്ഞു. അറിഞ്ഞിരിക്കണം, കുഞ്ഞാടുമായിട്ട് മുട്ടുന്ന സകല മതങ്ങളും മത നേതാക്കന്മാരും
നിരീശ്വരവാദികൾ, യുക്തിവാദികൾ എല്ലാം അറിഞ്ഞിരിക്കണം, മുട്ടുന്നത് കുഴപ്പമില്ല, ചെറിയൊരു വെളിച്ചം കിട്ടിയാൽ മതി നിന്റെ ജീവിതം അനുഗ്രഹം പ്രാപിക്കാൻ. അതുകൊണ്ട് നീ വരുന്നത് കത്തിയും വാളും മദ്യവും വലിയ ആയുധങ്ങളും യുദ്ധങ്ങളുമായിട്ടാണ്. പക്ഷെ യേശു നിന്നെ നേരിടുന്നത് ആയുധങ്ങളുമായിട്ടല്ല, വെളിച്ചമായിട്ടാണെന്ന കാര്യം അറിഞ്ഞിരിക്കണം. ആമേൻ. ആത്മമണ്ഡലത്തിൽ യുദ്ധങ്ങൾ ആരംഭിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ വരുന്നത് ആയുധങ്ങളായിട്ടാണ്, എന്നാൽ ക്രിസ്തു നിന്നെ നേരിടുന്നത് ആയുധമായിട്ടല്ല, വെളിച്ചമായിട്ടാണ്. ഈ അറിവ് നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിന്റെ ദാസന്മാർ അത് മനസ്സിലാക്കണം. ആയുധങ്ങളോടെയല്ല നമ്മുടെ യുദ്ധം എന്നുകൊണ്ട് അറിഞ്ഞിരിക്കട്ടെ. ഇവിടെ വിശദാംശങ്ങൾ ഞാൻ പറയുന്നില്ല, മുമ്പോട്ട് പോകേണ്ടതുള്ളതുകൊണ്ട്. അടുത്തത് എല്ലാ രാഷ്ട്രങ്ങൾക്ക് നേരെ. വെളിപ്പാട് 16-ാം അധ്യായം 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാവ് 34-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ലോകരാഷ്ട്രങ്ങൾക്കെതിരെ, മൊത്തം ലോകരാഷ്ട്രങ്ങൾക്കെതിരെ കുഞ്ഞാട് പോരാടുന്ന വാക്യങ്ങളാണ് ഇവിടെ വായിച്ചത്. അറിഞ്ഞിരിക്കേണ്ട കാര്യമാണത്. എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കെതിരെ കുഞ്ഞാട് പോരാടുന്നു. പ്രൈസ് ഗോഡ്. അടുത്തത് സർപ്പത്തോടുള്ള പോരാട്ടം. വെളിപ്പാട് 20-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള. ഒടുവിൽ കുഞ്ഞാട് എന്ത് ചെയ്യുമെന്നൊരു വാക്ക് ഞാൻ ഇവിടെ പറയട്ടെ. ഒടുവിൽ കുഞ്ഞാട് ചെയ്യുന്നത് എന്താ? മഹാസർപ്പത്തോട് പോരാടുകയാണ്. അതിനാണ് ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആരംഭിച്ചിരിക്കുന്ന ഈ പാഠഭാഗത്തിന്റെ നല്ലൊരു സ്ട്രക്ചർ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഇവിടെ. പ്രൈസ് ഗോഡ്. നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇത് ഒന്ന് ശ്രദ്ധിക്കുക. മൃഗത്തിന്റെ പോരാട്ടം എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷ് ഒന്ന് വായിച്ചേനെസ്. മൃഗത്തിന്റെ പോരാട്ടം, ബാറ്റിൽ ഓഫ് തെറിയോൺ. ബാറ്റിൽ ഓഫ് തെറിയോൺ. ആ തെറിയോൺ എന്ന പദത്തിന്റെ വിശദാംശം പഠിക്കാനുണ്ട്, നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഞാൻ അത് വിശദമാക്കാം. ആന്റൈ ക്രൈസ്റ്റിന്റെ ക്യാരക്ടർ അനുസരിച്ചാണ് തെറിയോൺ എന്ന വാക്ക് ഗ്രീക്കിൽ മൃഗത്തിന് വേണ്ടി അപ്പോസ്തലനായ യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോസ്തലനായ യോഹന്നാൻ ആന്റൈ ക്രൈസ്റ്റിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വേർഡ് ഇതാണ്, തെറിയോൺ. തെറിയോൺ എന്ന പദം മൃഗമാണ്, എന്നാൽ ഉപയോഗിച്ചിരിക്കുന്നു. അത് അവനോടുള്ള പോരാട്ടമാണ്. ഇവിടെ ഒറ്റയ്ക്ക് നടത്തുന്ന യുദ്ധമുണ്ട്. അവൻ ഒറ്റയ്ക്ക് നടത്തുന്നത്, അഥവാ മൃഗം ഒറ്റയ്ക്ക് നടത്തുന്ന യുദ്ധമാണിത്. വായിക്കാം. ഒറ്റയ്ക്ക് നടത്തുന്ന യുദ്ധം. ഒന്നാമത് വെളിപ്പാട് 11-ാം അധ്യായം 7-ാം വാക്യം. 2 സാക്ഷികളോടുള്ളത്. വെളിപ്പാട് പുസ്തകത്തിൽ 2 സാക്ഷികളുണ്ട്. ആ സാക്ഷികളോട് കൃത്യമായി എതിർത്ത് യുദ്ധം നടത്തുന്ന ആളാണ് മൃഗം. അവരെ കൊല്ലുന്നു. അറിഞ്ഞിരിക്കണം 2 സാക്ഷികൾ ആരാണെന്ന് ആദ്യമേ ചോദിച്ചാൽ ഉത്തരം പറയാനുണ്ട്. പാണഞ്ചേരിയിലുള്ള കെ തോമസ് എന്ന് പറഞ്ഞൊരു പാസ്റ്റർ എഴുതിയ ദൈവാധിപത്യ ഭരണം എന്ന പുസ്തകത്തിൽ ആ 2 സാക്ഷികളെ കുറിച്ച് 9 അഭിപ്രായങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അറിയാൻ പറയുകയാണ്, 9 അഭിപ്രായങ്ങൾ ആ രേഖയിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ അതിൽ ആരാണ് സാക്ഷികൾ എന്ന് കൃത്യമായി തെളിയിച്ചിട്ടുണ്ട്. 2 സാക്ഷികൾ എന്ന് പറയുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കുക, പരീക്ഷാ കാലത്തിലെ യഹൂദ വിശ്വാസികളും ജാതികളിൽ നിന്നുള്ള വിശ്വാസികളാണുള്ളത്. സേവ്ഡ് ജ്യൂ, സേവ്ഡ് ജെന്റൈൽ. അവരിൽ നിന്നുള്ള സാക്ഷികളാ. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന് സാക്ഷ്യം പറയിപ്പിക്കുന്ന പരിപാടി നമ്മുടെ ദൈവത്തിന്റെ വചനത്തിൽ ഇല്ല എന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണം. പ്രൈസ് ഗോഡ്. മരിച്ചവരെ ഉയർപ്പിച്ചു കൊണ്ടുവന്ന് സാക്ഷ്യം പറയിക്കുന്ന പ്രോഗ്രാം ദൈവത്തിനില്ല. അതത് കാലത്ത് ജീവിച്ചിരിക്കുന്ന ഭക്തന്മാരെ കൊണ്ടാണ് സാക്ഷ്യം പറയിപ്പിക്കുന്നത് എന്നറിഞ്ഞിരിക്കുക. അതിന് തെളിവ് ഞാൻ ഇവിടെ നിന്ന് വായിച്ചു വിടാം, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുമല്ലോ. എടുത്താട്ടെ വെളിപ്പാട് പുസ്തകം 11:2 മുതൽ. വെളിപ്പാട് 11-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കാം, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. അന്ന് ഞാൻ എന്റെ 2 സാക്ഷികൾക്കും മരം നൽകും. അവർ 2 ഉടുത്തും കൊണ്ട് 1260 ദിവസം പ്രവചിക്കും. അന്ന് വരം നൽകും എന്നാ പറഞ്ഞിരിക്കുന്നത്. വരം ഉള്ളവർ വരുമെന്ന് അവിടെ എഴുതിയിട്ടില്ല. ഏലിയാവിന് മോശയ്ക്ക് വരമുണ്ട്, ഹാനോക്കിന് വരമുണ്ട്, അവർക്കൊക്കെ വരമുണ്ട്. അവർക്ക് വരമുള്ളവരാണ്. വരം ഉള്ളവർ വരുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, വരം നൽകുമെന്നാ പറഞ്ഞിരിക്കുന്നത്. 2 അടുത്ത് വായിച്ച്. അവർ 2 ഉടുത്തും കൊണ്ട് 1260 ദിവസം പ്രവചിക്കും. അവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കും ആകുന്നു. അടുത്തത്. ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. വായിൽ നിന്ന് തീ വന്ന് ശത്രുക്കളെ ദഹിപ്പിക്കുന്ന ഒരൊറ്റ ആള് പോലും പഴയ നിയമത്തിലില്ല. എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. വായിൽ നിന്ന് തീ വന്ന് ദഹിപ്പിക്കുന്ന ഒരൊറ്റ ആള് പോലും പഴയ നിയമത്തിലില്ല.
പ്രൈസ് ഗോഡ്. അവർ ആരാണ്? പഴയ നിയമത്തിൽ വായിൽ നിന്ന് തീ വന്നവരുണ്ടോ? ഏലിയാവാണ് തീ വരുത്തിയെന്നൊക്കെ പറയുന്നത്. വായിൽ നിന്ന് തീ വന്നതല്ല, ആകാശത്ത് നിന്ന് തീ വരുത്തിയതാ. അപ്പൊ വെളിപ്പാട് പുസ്തകം ശരിക്കും പഠിച്ചാൽ വായിൽ നിന്ന് തീ വന്ന് ദഹിപ്പിക്കുന്ന രീതി അന്ന് ജീവിച്ചിരിക്കുന്ന രണ്ട് ഭക്തന്മാർക്ക് ദൈവം കൊടുക്കുന്ന അധികാരത്തിൽപ്പെട്ടതാണ്. ആ അധികാരം ഒരു യുഗത്തിൽ മാത്രമേ ഉള്ളൂ. അത് പരീക്ഷാ കാലത്തിലെ യുഗമാണ്. ആ യുഗത്തിലെ രണ്ട് വ്യക്തികൾക്കാണ് ഇത് ലഭിക്കുന്നത്. ഒരു കാര്യം കൊണ്ട് വായിക്കാനുണ്ട്, വായിച്ചു നോക്കി. അടുത്തത് അൺമ്യൂട്ട് ചെയ്ത് വായിച്ചോളൂ മോളെ. സോറി. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും. അടുത്തത്, അവരുടെ പ്രവചന കാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളയാൻ അവർക്ക് അധികാരമുണ്ട്. ആകാശം അടച്ചു കളയാനുള്ള അധികാരം എത്ര പേർക്കാ? പ്രൈസ് ഗോഡ്. ഒരാൾക്കൊന്നുമല്ല, യോശുവ വരെയുണ്ട്, ഒരുപാട് പേർക്കുണ്ട്. അപ്പൊ അത് എന്തല്ല, ആ ഒരു കാര്യം മാത്രം വെച്ചുകൊണ്ട് മോശെ ഏലിയാവാണെന്ന് പറയാൻ പറ്റില്ല എന്ന കാര്യം അറിഞ്ഞിരിക്കുക. അടുത്തത്, വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെ ഈ കാര്യം നിർത്തി വായിക്കണേ. വെള്ളത്തെ രക്തമാക്കുന്നത് ആരാണ്? എല്ലാവരും പറഞ്ഞ് മോശയാണെന്നാ. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം സൂക്ഷിച്ചു വായിക്കാത്തതുകൊണ്ടാണ്. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം സൂക്ഷിച്ചു പഠിച്ചാൽ ആരാണ് വെള്ളത്തെ അടിക്കുന്നത്, ആരുടെ കയ്യിലാണ് കോലിരിക്കുന്നത്, ആരാണ് അക്കാര്യം ചെയ്യുന്നത് എന്നെല്ലാം കൃത്യമായിട്ട് കാണാം. ഞാൻ അത്രയും പറഞ്ഞ നിർത്തട്ടെ. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എല്ലാം കൂടെ ചേർന്ന ഒറ്റ പാർട്ടികൾ പഴയ നിയമത്തിലില്ല. ഓരോ ലക്ഷണങ്ങൾ കാണുമായിരിക്കും. ഈ ലക്ഷണങ്ങൾ എല്ലാം ചേർന്ന ഒരു പ്രവാചകനും പഴയ നിയമത്തിൽ ഇല്ല എന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അതത് കാലത്ത് ജീവിച്ചിരിക്കുന്ന രണ്ട് ഗ്രൂപ്പിൽപ്പെട്ട രക്ഷിക്കപ്പെട്ട യഹൂദനും രക്ഷിക്കപ്പെട്ട ജാതിയും, അതിൽപ്പെട്ടവരാണ് ഈ പറഞ്ഞ രണ്ട് സാക്ഷികൾ. ആ രണ്ട് സാക്ഷികള് ഇവിടെ യുദ്ധം ചെയ്യാനാണ് ഈ ആന്റൈ ക്രൈസ്റ്റ് വരുന്നത്. അടുത്ത വാക്യം ഒന്ന് വായിക്കാം, വായിച്ചാട്ട്. വെളിപ്പാട് 13-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധന്മാരോട്. ദാനിയേൽ 7-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഇതും കൃത്യമായി അറിഞ്ഞിരിക്കണം. പരീക്ഷാ കാലത്തിലെ വിശുദ്ധന്മാരോടാണ് ആന്റൈ ക്രൈസ്റ്റ് എതിർ ക്രിസ്തു യുദ്ധം ചെയ്യുന്നത്. പരീക്ഷാ കാലത്തിലെ വിശുദ്ധന്മാരോട്. ഇവിടെ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. പരീക്ഷാ കാലത്തിലെ 72 തീവ്രമായ സംഭവങ്ങൾ ചരിത്രത്തിൽ നൃത്തം വെക്കുന്ന കാലത്താണ് രണ്ടുപേര് കർത്താവിന് വേണ്ടി സാക്ഷിയാകുന്നത്. ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കുന്നു. കഠിന തീവ്രതയിൽ ദൈവത്തിന് വേണ്ടി സാക്ഷിയായി നിൽക്കാൻ അന്ന് രണ്ടുപേരുണ്ടെങ്കിൽ, പ്രൈസ് ഗോഡ്, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുന്ന കഠിനമായൊരു കാലഘട്ടമാണത്. 72-ലധികം തീവ്രമായ പ്രതിസന്ധികൾ നൃത്തം വെക്കുന്ന കാലത്താണ് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുന്നത്. ആ സമയത്ത് അതിനെ അതിജീവിക്കാനുള്ള കൃപ കൊടുക്കുന്ന ദൈവമുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അതിജീവിക്കാനുള്ള കൃപ ദൈവം തരുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? നമുക്ക് ഒന്നിച്ചു പറയാം, ഈ വലിയ പ്രതിസന്ധികൾ വരുന്നുണ്ടെങ്കിൽ, വലിയ ദുഃഖങ്ങൾ വരുന്നുണ്ടെങ്കിൽ, നമുക്ക് തടുക്കാൻ കഴിയാത്ത വലിയ ഒഴുക്ക് വരുന്നുണ്ടെങ്കിൽ, വലിയ തിരുമാനങ്ങൾ വരുന്നുണ്ടെങ്കിൽ, പറയൂ, ഇതിനൊക്കെ അതിജീവിക്കുന്ന ഒരു ഗ്രൂപ്പാണ് പരീക്ഷാ കാലത്തിൽ വിശുദ്ധന്മാർ. അവരോട് യുദ്ധം ചെയ്യാനാണ് മൃഗം നടത്തുന്നത്. ആ യുദ്ധത്തിലും വിശുദ്ധന്മാർ ജയിക്കുമെന്ന കാര്യം അറിഞ്ഞിരിക്കുക. ഒടുവിൽ നമ്മൾ 1000 ആണ്ട് വാഴും എന്ന് കാണുന്നു. വായിച്ചാട്ടെ. രാജ്യങ്ങളടക്കം യുദ്ധങ്ങൾ. വെളിപ്പാട് 19-ാം അധ്യായം 19-ാം വാക്യം. കുഞ്ഞാടിനോടും അവന്റെ സൈന്യത്തോടും. ഇത് വായിക്കുമ്പോൾ 10 രാജ്യങ്ങൾ അടക്കമുള്ള യുദ്ധങ്ങൾ വെളിപ്പാട് 17-ലാണ് കാണുന്നത്. അതുകൊണ്ട് നോട്ട് ചെയ്തോളൂ, വെളിപ്പാട് 17. അത് ആന്റൈ ക്രൈസ്റ്റിന്റെ നേതൃത്വത്തിൽ 10 രാജ്യങ്ങൾ വരുന്ന യുദ്ധമാണ്. ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ട് പോകാം. ആ യുദ്ധം നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ആ യുദ്ധത്തിന് മുമ്പ് അതിന്റെ ഒരുക്കം കാണണം. ഒരുങ്ങുന്ന വലിയ കാര്യങ്ങളുണ്ട്. ആ ഒരുക്കം ഇപ്പോൾ ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന ചിന്ത എന്നെ ഭരിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. നിങ്ങൾ അറിഞ്ഞിരിക്കണം, 3 കാര്യങ്ങളാണ് വരേണ്ടത്. യെശയ്യാവ് 13-5 മുതൽ 9 വരെ യഹോവ വരണം, യഹോവയുടെ ദിവസം വരണം, കോപത്തിന്റെ ആയുധങ്ങൾ വരണം. 2 1 മുതൽ 9 വരെ ഈ 3 കാര്യങ്ങൾ അവിടെയും വരുന്നുണ്ട്. പ്രൈസ് ഗോഡ്. അതാരെ? യഹോവ, ക്രിസ്തു വരണം, യേശു ക്രിസ്തുവിന്റെ ദിവസം, കർത്താവിന്റെ ദിവസം വരണം, കർത്താവിന്റെ കോപത്തിന്റെ പ്രദർശനം വരണം. അത് 3 2 കാണാം. എങ്കിൽ അവ 3 വരുന്നതിന് തൊട്ട് മുമ്പ്
ഇവിടെ നിന്ന് ദൈവസഭ പോകും എന്നറിയുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ താമസം കൂടാതെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കർത്താവ് വരും, നമ്മുടെ കർത്താവിന്റെ കൂടെ പോകേണ്ടതാണ് എന്നും കൂടെ അറിഞ്ഞിരിക്കുക. കുഞ്ഞാടിനോട് പോരാടുന്ന കാര്യമാണ് പഠിക്കുന്നത്. അടുത്തത് വെളിപ്പാട് 17-ാം അധ്യായം 14-ാം വാക്യം, അവർ കുഞ്ഞാടിനോട് പോരാടും. സ്ത്രീ 10 രാജ്യങ്ങൾ തുടങ്ങിയ വലിയ ഗ്രൂപ്പാണ് ആ പോരാട്ടത്തിൽ കാണുന്നത്. അടുത്തത് മൂന്നാമത് വെളിപ്പാട് 17-ാം അധ്യായം 16-ാം വാക്യം, മഹാവേശ്യയോടുള്ള പോരാട്ടം. ഇത് നിങ്ങൾ എല്ലാവരും തിരിച്ചറിയുക. വെളിപ്പാട് 17-നകത്ത് ഒരു വേശ്യ സ്ത്രീയുണ്ട്. ആ സ്ത്രീയുടെ ലക്ഷണങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ട്. അത് കൃത്യമായി എഴുതിയിട്ടുണ്ട്. 7 മലകളിന്റെ മേൽ സ്ഥാപിക്കപ്പെട്ട ഒരു വലിയ സ്ഥലമാണത്. ആ സ്ഥലത്തിന്റെ നേതൃത്വങ്ങളാണത്. അത് കൃത്യമായി നമുക്ക് പഠിക്കാം. ഒരൊറ്റ ചോദ്യമുള്ളൂ. ഇവിടെ 10 രാജ്യങ്ങളും ഈ വേശ്യയും ചേർന്നാണ് ക്രിസ്തുവിനോട്, കുഞ്ഞാടിനോട് പോരാടുന്നത്. ഇപ്പൊ നേരെ തിരികെയാണ്. ആന്റി ക്രൈസ്റ്റും വേശ്യയുമായി യുദ്ധം നടക്കാൻ പോവുക. ഇവിടെ ഒരു വലിയ കാര്യം അറിഞ്ഞിരിക്കണം. നമുക്കെതിരെ ഐക്യതയിൽ, കൂട്ടുകെട്ടിൽ ശക്തമായ യുദ്ധം നടത്തുന്നവരുണ്ടെങ്കിൽ, ഉറച്ചു വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? നിനക്കെതിരെ എഴുന്നേൽക്കുന്നവർ തമ്മിൽ യുദ്ധം ചെയ്യുന്ന വലിയൊരു പ്രോഗ്രാം ദൈവം നിന്റെ മുമ്പിൽ കാണിക്കും എന്നുള്ളതാണ്. അതിനാണ് ഛിദ്രിപ്പിക്കുമെന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട്. അവരെ ഞാൻ ഛിദ്രിപ്പിക്കും. എൻ്റെ ഒരു ചോദ്യം ഇവിടെയുണ്ട് നിങ്ങളോട്. നമ്മൾ അവരുടെ ഐക്യത കണ്ട് വിറങ്ങലിച്ച്, വേദനിച്ച്, ഉള്ള വിങ്ങി വല്ലാതെയാകുമ്പോൾ ഒരു വാക്ക് പറയണം. അങ്ങനെ വല്ലാതെയാകേണ്ട കാര്യമില്ല. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം നടത്തും എന്നറിഞ്ഞിരിക്കണം. അടുത്ത് നമുക്ക് നോക്കാം. വായിച്ചാട്ടെ. മഹാസർപ്പത്തിന്റെ പോരാട്ടം. യെഹെസ്കേൽ 28-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഏദനിൽ നിന്ന് ആരംഭിച്ചു. ഈ കാര്യം നമ്മൾ വിശദമായി പഠിച്ചതാണ്. യെഹെസ്കേൽ 28-ാം അധ്യായത്തിലെ യുദ്ധം നമ്മൾ കൃത്യമായി പഠിച്ചതാണ്. ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോൾ അവനെ അവിടുത്തെ ആസ്ഥാന സ്ഥലമായ സിയോനിൽ നിന്ന് ഇറക്കി വിട്ട് നമുക്കറിയാം. അവിടെ പഠിച്ചു നമ്മൾ. അടുത്തത് 14-ാം അധ്യായം 4 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 1 പത്രോസ് 5-ാം അധ്യായം 10-ാം വാക്യം, ഭൂമിയിൽ എല്ലായിടങ്ങളിലും. ഇപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ഭൂമിയിൽ എല്ലായിടത്തും മഹാസർപ്പം പോരാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭൂമിയിൽ എല്ലായിടത്തും പോരാടുന്നുണ്ട്. എന്നാൽ ഈ പോരാട്ടത്തിൽ നമ്മൾ വിജയിക്കുന്നു എന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? നമ്മൾ വിജയിച്ചിരിക്കും എന്നുള്ള ഉറപ്പാണ്. ആ പോരാട്ടത്തിൽ ജയിക്കണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ക്രിസ്തുവിനോട് ഒട്ടി നിൽക്കുക, പരിശുദ്ധാത്മാവിനോട് നമ്മൾ അഭേദ്യമായ ബന്ധം പുലർത്തുക, പിതൃപുത്ര പരിശുദ്ധാത്മ ബന്ധം നിലനിർത്തുക. നമ്മൾ ജയിച്ചിരിക്കും. അടുത്തത് നമ്മൾ നേരത്തെ വായിച്ചതാണിത്. പ്രൈസ് ഗോഡ്. സർപ്പത്തിന്റെ പോരാട്ടം എന്ന് പറയുമ്പോൾ ഇതും കൂടെ വായിക്കേണ്ടതാണ്. വായിച്ചാട്ടെ. വെളിപ്പാട് 12-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. സ്വർഗ്ഗത്തിൽ ഡ്രാഗൺ വാട്ട് ആൻഡ് ഹിസ് ഏഞ്ചൽസ്. നമ്മൾ വായിച്ചതാണ്. അടുത്തത് വെളിപ്പാട് 12-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി 3-ാം അധ്യായം 15-ാം വാക്യം, ഇസ്രായേലുമായി പോരാട്ടം. ഉൽപ്പത്തി 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ 4 കാര്യങ്ങൾ പ്രവചനമുണ്ടെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ആ കാര്യത്തിലേക്ക് സ്ത്രീയും പിശാചും തമ്മിലുള്ള യുദ്ധം. അത് ഒറ്റ സ്ഥലത്ത് എഴുതിയിട്ടുള്ളത് വെളിപ്പാട് 17-ലാ. പ്രൈസ് ദി ലോർഡ്. ഏദൻ തോട്ടത്തിലെ പ്രവചനം നടക്കുന്നത് മഹാസർപ്പമായിട്ടുള്ള പോരാട്ടം കൃത്യമായി വെളിപ്പാട് 12-ലാ. കൃത്യമായി ശ്രദ്ധിക്കുക. വെളിപ്പാട് 12-ലാണ്. അടുത്തത് വെളിപ്പാട് 20-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. പ്രിയ നഗരത്തിൽ വെച്ച് സമാപന പോരാട്ടം. പിശാച് അഥവാ മഹാസർപ്പം നടത്തുന്ന സമാപന യുദ്ധം എന്ന് പറയുന്നത് കൃത്യമായി എഴുതിയിരിക്കുന്നു. വെളിപ്പാട് 20-ന്റെ 7 മുതൽ 10 വരെയാണ്. അത് പ്രിയ നഗരത്തിൽ വെച്ചാണ്. ആ സന്ദർഭം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ യുദ്ധങ്ങളുടെ മുഖവര ഒന്ന് കുറിച്ചിടുകയാണ്. ഒരു വാക്കോട് പറഞ്ഞോട്ടെ, ശ്രദ്ധിക്കുക. 1000 ആണ്ടാണ് പിശാചിനെ അഗാധകൂപത്തിൽ അടച്ചിടുന്നത്. 1000 ആണ്ടാണ് പിശാചിനെ അഗാധകൂപത്തിൽ അടച്ചിടുന്നത്. പിശാചിനെ വല്ലാതെ ഉയർത്തുന്നവർ ഓർക്കുക, ഒരു ദൂതൻ മതി അവനെ 1000 ആണ്ട് ചങ്ങലയിട്ട് സൂക്ഷിക്കാൻ. ഇവിടെയാണ് ദൈവം കൽപ്പിച്ച അധികാരമുള്ള ഒരു ദൂതൻ മതി 1000 ആണ്ടേക്ക് അവനെ ചങ്ങലയിടാൻ. ഈ ഒരു വലിയ അറിവിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം, പിശാചിന്റെ ശക്തിയേക്കാൾ, പൈശാചിക സേനയുടെ ശക്തിയേക്കാൾ വലിയ ശക്തിയാണ് നമ്മുടെ കർത്താവിനുള്ളത്. കർത്താവ് അന്ന്
നമ്മൾ നടത്തുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. അടുത്തത് ഇത് വായിച്ചു നമ്മൾ എങ്കിലൊന്ന് വായിച്ചോളൂ. 4-ാമത്തേത് മിഖായേലിന്റെയും ദൂതന്മാരുടെയും പോരാട്ടം. Michael and his angels are going forth to war with the dragon. ഇത് 2 ഭാഗമായിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. വായിക്കാം. ദാനിയേൽ 10-ാം അധ്യായം 13-ാം വാക്യം ആകാശത്തിൽ വെച്ച്, വെളിപ്പാട് 12-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ സ്വർഗത്തിൽ വെച്ച്. ഇതിൽ 10-13 നമ്മൾ സാധാരണ വായിക്കുന്നില്ല, ഇന്ന് വായിച്ചേ പറ്റൂ. ദാനിയേൽ 10-13. ദാനിയേൽ 10-ാം അധ്യായം 13-ാം വാക്യം. പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മിഖായേൽ എന്നെ സഹായിക്കാൻ വന്നു. അവനെ ഞാൻ പാർസി രാജാക്കന്മാരോട് കൂടെ അവിടെ വിട്ടേച്ചു. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ആകാശത്തിൽ അഥവാ അന്തരീക്ഷ മേഖലയിൽ ഓരോ രാജ്യങ്ങളുടെയും പ്രഭുക്കന്മാരുണ്ട്. അന്തരീക്ഷ മേഖലയിൽ ഓരോ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുണ്ട്, രാജ്യത്തിന്റെയും. ആ രാജ്യത്തിന്റെ പ്രഭുക്കന്മാർ പിശാചുമായി ചേർന്നാണ് യുദ്ധം നടത്തുന്നത്. അറിഞ്ഞിരിക്കണം. അതിൽ നമ്മെ രക്ഷിക്കാൻ വേണ്ടി കൃത്യമായി മീഖായേലിനെയും അഥവാ പ്രഭുക്കന്മാരുടെ മഹാപ്രഭുവായ, ദൂതന്മാരുടെ ഇടയിലെ പ്രഭുക്കന്മാരുടെ മഹാപ്രഭുവായ ഗ്രേറ്റ് പ്രിൻസാണ്. ഒന്ന് നിർത്തി പറയും, ശ്രദ്ധിക്കുക. ദൂതന്മാരുടെ ഇടയിൽ ധാരാളം പ്രിൻസസ് ഉണ്ട്. അതിൽ ഗ്രേറ്റ് പ്രിൻസാണ് മീഖായേൽ. നിങ്ങൾ 10-13 വായിച്ചാൽ അറിയാം. ആ പ്രഭുവിനെ കർത്താവ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ആമേൻ. ഓരോ രാജ്യങ്ങളുടെയും മീതെ ആധിപത്യം നടത്തുന്ന വലിയ പ്രഭുക്കന്മാരെ നിയന്ത്രിക്കാൻ മീഖായേലിനെയും തന്റെ സൈന്യത്തെയും ദൈവം ഉപയോഗിക്കുന്നുണ്ട് എന്നറിയുന്നവർ എത്ര പേരുണ്ട്? ഈ ഒരു വലിയ നിർണയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ ധൈര്യത്തിലായിരിക്കും നമ്മൾ. ആയിരിക്കുന്ന വിദേശ രാജ്യങ്ങളിലെ പ്രാദേശിക രാജ്യത്ത് ഏത് പ്രതിസന്ധികളായാലും രാജ്യത്തിന്റെ പ്രഭുക്കന്മാരെ വരെ നിയന്ത്രിക്കുന്ന മഹാപ്രഭുവായ മീഖായേലും സൈന്യമുണ്ടെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ആ വലിയ ഉറപ്പിൽ വരുമ്പോഴാണ് ദൈവം എന്റെ കൂടെയുണ്ട്, ദൈവത്തിന്റെ വലിയ സൈന്യം എനിക്ക് വേണ്ടി രംഗത്തുണ്ട്. പ്രൈസ് ഗോഡ്. ആകാശത്ത് ഇപ്പൊ നടക്കുന്ന എന്തെല്ലാമാണ്? വലിയ കഠിന പ്രതിസന്ധികൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. എന്നാൽ ഇത് കാണുമ്പോൾ കുലുങ്ങാത്തൊരു പാർട്ടിയുണ്ട്. അവരാണ് ക്രിസ്തുവിൽ ഉറച്ചു വിശ്വസിക്കുന്ന, ക്രിസ്തുവിൽ വലിയ ആധിപത്യം കണ്ടെത്തുന്ന ദൈവജനം എന്ന് ഉറക്കെ പറയട്ടെ. ഇവിടെയാണ് തിരുവെഴുത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവർക്കുള്ള ഐശ്വര്യം എന്ന് പറയുന്നത്. ആ ഐശ്വര്യം ഉള്ളവർ എത്ര പേരുണ്ട്? നിങ്ങൾക്ക് ധൈര്യമായി പറയാൻ കഴിയുമോ? ആ വലിയ ഐശ്വര്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറയാൻ കഴിയുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചൊന്ന് ആരാധിച്ചാട്ടെ. ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ചെന്ന് പറഞ്ഞാട്ടെ. ആ വലിയ ഉറപ്പ് എനിക്കുണ്ട്, ആ വലിയ ഉറപ്പ് എനിക്കുണ്ട്. ആമേൻ. ഇവിടെ ഞാൻ ഈ സ്ലൈഡിൽ നിന്നുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഓർപ്പിക്കട്ടെ. എതിർ ക്രിസ്തുവിന്റെ കാലം, കള്ളപ്രവാചകന്റെ കാലം, പിശാചിന്റെ കാലം, ഇങ്ങനെ പൈശാചിക ത്രിമൂർത്തികളുടെ വലിയ ആധിപത്യ ഘോഷം നടക്കുമ്പോൾ അന്നും വിജയിക്കുന്ന ദൈവമക്കളുണ്ടെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ആമേൻ. അന്നും ജയിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ഇന്നും ജയിക്കുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? പൈശാചിക ത്രിമൂർത്തികളുടെ തേർവാഴ്ചയുടെ വലിയ വികസനം ലോകം കാണാൻ പോകുകയാണ്. ആ വികസനമുള്ള കാലത്ത് വലിയ ആധിപത്യത്തിന്റെ വലിയ വാഴ്ചയുള്ള വയസ്സ് ദൈവം തന്റെ ദാസന്മാരെ അന്നും സൂക്ഷിക്കുമെങ്കിൽ ഇന്ന് സുപ്രസാദ കാലത്തിൽ നമ്മെ സൂക്ഷിക്കുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? യുദ്ധങ്ങളും യുദ്ധസ്ഥിതികളും കേൾക്കുമ്പോൾ 2 പ്രധാന കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, അന്തരീക്ഷ മേഖലയിൽ ദൈവത്തിന്റെ വലിയ പ്രഭുവർഗമുണ്ട്. ആ പ്രഭുക്കന്മാരിൽ പ്രഭുവുണ്ട്, അവരുടെ കൂടെ ദൂതന്മാരുണ്ട്, അവരെ കൊണ്ട് നിയന്ത്രിക്കുന്ന പരിപാടി ദൈവത്തിനുണ്ട്. 2, ഇന്ന് ഭൂമിയിൽ പരിശുദ്ധാത്മാവുണ്ട്. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് ഭൂമിയിൽ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവിനാൽ എന്നെ നിയന്ത്രിക്കുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഇവിടെയാണ് നമ്മൾ പാട്ട് പാടാറുണ്ട്, ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ, ആശ്വാസം എന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ,
ഭാഗ്യവാൻ ഞാൻ. ആശ്രയമുള്ളവർ എത്ര പേരുണ്ട്? എന്റെ ആശ്രയം ക്രിസ്തുവിലാകിയാൽ ഇതിലൊന്നിലും ഞാൻ ചാഞ്ചല്യം ഉള്ളവനായിരിക്കുകയില്ല എന്ന് ഉറപ്പുള്ളവരെല്ലാം കൈകൾ ഉയർത്തി മഹത്വം ദൈവത്തിന് കൊടുക്കാമോ? ഞങ്ങൾ ഉറയ്ക്കുന്നു എന്ന് പറയുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. ഇന്ന് നമ്മൾ കണ്ടത് 3 ആത്മമണ്ഡലങ്ങളാണ്. അതിൽ ആത്മമണ്ഡലങ്ങളിലെ യുദ്ധത്തിന്റെ കൃത്യമായ ഒരു മുഖവരിയാണ് ഈ സ്ലൈഡുകളിൽ നമ്മൾ കണ്ടത്. ഇതിന്റെ ആഴങ്ങൾ പഠിക്കാൻ പോകുകയാണ്. സ്പിരിച്വൽ വാർഫെയർ, ആത്മീയ യുദ്ധം എന്ന് പറയുന്നത് എന്താണ്? അത് സംബന്ധിച്ച് ബൈബിൾ തരുന്ന വിശദീകരണങ്ങൾ അത് ഇതുപോലെയല്ല, അല്പം വിശദമായി എടുക്കുന്ന ഒരു ഭാഗമായിരിക്കും അത്. നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രായോഗികമായി പ്രാക്ടിക്കലായി പറയാൻ പോകും. ഇത് തിയറിയാണ് നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ദിവസം തിയറി മാത്രമാണ് പഠിച്ചത്. ഒടുവിൽ മാത്രമാണ് പ്രാക്ടിക്കലായി ഒരു കാര്യം ഗ്രഹിച്ചത്. എന്നാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പ്രൈസ് ഗോഡ്, ആത്മീക യുദ്ധത്തിൽ മൊത്തം തിയറി അല്ല, പ്രാക്ടിക്കലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കറിയുന്ന എത്രയും പേരെ അതിൽ ഉൾക്കൊള്ളിക്കാൻ നോക്കുക. അവരും കൂടെ അനുഗ്രഹിക്കപ്പെടട്ടെ. നമുക്ക് ലഭിക്കുന്ന സന്ദേശം ലോകം മുഴുവൻ എത്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം എന്നും കൂടെ ഓർപ്പിക്കുകയാണ്. സമയമായതുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഫിലദൽഫിയ AG ഷാർജ ചർച്ചിന്റെ അനുഗ്രഹീത വിരുന്ന് ഇന്നും അനുഭവിക്കുവാൻ സ്വർഗം നമ്മളെ അനുവദിച്ചതിനാൽ സ്തോത്രം. പാസ്റ്ററോട് പ്രത്യേകം നന്ദി പറയുന്നു. സഭയോട് നന്ദി പറയുന്നു. സഭയും പാസ്റ്ററേയും കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നായിരിക്കുന്ന ഭവനത്തിൽ അവർക്കും എല്ലാവർക്കും ഒരു അനുഗ്രഹമായിരിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് പുത്തിടുന്നു. ഗോഡ് ബ്ലസ് യു.